തുഷാരം മുഴുവൻ കാത്തിരിക്കുന്നത് അർജുൻ. ഒരു പൂഴി വാരിയിട്ടാൽ നിലത്ത് വീഴില്ല എന്ന് സാങ്കേതികമായി പറയുന്നതല്ല രഞ്ജിത്തേട്ട. നോക്കൂ, ഇവിടെ എത്രമാത്രം ജനങ്ങളാണ് തടിച്ചുകൂടിയിരിക്കുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല. പൂഴി വാരിയിട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാകും, ഒരു തരി പോലും നിലത്ത് വീഴില്ല. അത്രയേറെ ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഒന്നിനു പിറകെ ഒന്നായി ഓരോ കരിവീരന്മാരും ഇങ്ങനെ നിരന്നു കഴിഞ്ഞിരിക്കുന്നു. ഒന്നല്ല രണ്ടല്ല 15 ആനകളാണ് ഒരു വശത്ത് മാത്രം അണിനിരക്കുക. നേരെ എതിർവശത്ത് പാറമേക്കാവും തിരുവമ്പാടിയും 15 ആനകൾ വീതം അണിനിരത്തിക്കൊണ്ടുള്ള കുടമാറ്റം എന്ന ദൃശ്യവിസ്മയത്തിൻ്റെ കാഴ്ചവസന്തത്തിൻ്റെ വലിയ പൂരമഹോത്സവത്തിന് ഇതാ തുടക്കമാവുകയാണ്. എല്ലാവരും കാത്തിരിക്കുന്നത് ഇനി കുടകൾ ഓരോന്നും മാറ്റുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ ചൂടിയിരിക്കുന്ന കുടകൾ കാണാം. 14 ആനകൾ ചുവപ്പ് നിറത്തിലുള്ള കുടകൾ ചൂടി നിൽക്കുമ്പോൾ തിടമ്പേറ്റിയ കൊമ്പൻ പച്ച നിറത്തിലുള്ള മുത്തുക്കുട ചൂടിയിരിക്കുന്നു. അത് തെക്കോട്ടിറക്കുന്ന ഓരോ ഘട്ടത്തിലും മാറി മാറിക്കൊണ്ടിരിക്കും. അവസാനം ഈ തെക്കേ ഗോപുര നടക്ക് അഭിമുഖമായി നിൽക്കുമ്പോഴേക്കും തിരുവമ്പാടിയുടെ 15 ആനകളും അതേ വശത്ത് നിലയുറപ്പിക്കും. അപ്പോൾ പിന്നീട് അങ്ങോട്ട് ഒരു വാശിയാണ്, പിന്നീട് അങ്ങോട്ട് ഉത്സവത്തിൻ്റെ ആനന്ദ ലഹരിയാണ്. ഉത്സവമാണ് ലഹരി. അർജുന, പൂരം പൂക്കുന്ന വടക്കുന്നാഥന്റെ മുറ്റത്ത് 15 കരിവീരന്മാർ അണിനിരന്നു കഴിഞ്ഞു. ഈ 15 കരിവീരന്മാർ ഇനി നേരെ മുന്നോട്ട് നടന്ന് ആ ശക്തന്റെ പ്രതിമയ്ക്ക് മുമ്പിൽ തിരിഞ്ഞ് പാറമേക്കാവില് ആ ഭഗവതിയുടെ തിടമ്പേറ്റിയ വീരന്മാർ ആ വടക്കുന്നാഥന്റെ തെക്കേ ഗോപുരത്തിന് അഭിമുഖമായി നിന്നു കഴിഞ്ഞാൽ തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്പേറ്റി കരിവീരന്മാർ പുറത്തേക്കിറങ്ങും. അങ്ങനെ 15 കരിവീരന്മാർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുമ്പോൾ അതാ ഭഗവതിമാർ തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ്, ആ സഹോദരിമാർ തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ്. വടക്കുന്നാഥൻ സർവ്വതിനും സാക്ഷിയായി ഈ പൂരം പൂക്കുന്ന വടക്കുന്നാഥന്റെ മുറ്റത്ത്, പൂരം പൂത്തുലയുന്ന വടക്കുന്നാഥന്റെ മുറ്റത്ത് 2 സഹോദരിമാർ തമ്മിൽ വർഷത്തിലൊരിക്കൽ കാണുന്ന കൂടിക്കാഴ്ചയുടെ ആ വർണ്ണാഭമായ കാഴ്ചയാണ് കുടമാറ്റമായി വിടരാൻ പോകുന്നത്. ആ തിടമ്പിൽ തന്നെ നമുക്ക് കാണാം എത്ര ദൃശ്യമനോഹരമായിട്ടുള്ള ഭഗവതി, സർവാലങ്കാര വിഭൂഷിതയായി നിൽക്കുന്ന ഭഗവതിയുടെ തിടമ്പാണ്. അതിന് തൊട്ടു പിന്നിലായി ഭഗവതിയുടെ കോലം നമുക്ക് കാണാം. ആ കോലത്തിലും ആ തിടമ്പിലുമില്ലാത്ത നിറങ്ങൾ ഏത് നിറമാണ് അതിനില്ലാത്തത് എന്ന് നമുക്ക് ആ ഒറ്റ കാഴ്ചയിൽ, ഒരൊറ്റ ഫ്രെയിമിൽ തന്നെ നമുക്ക് തോന്നിപ്പോകും. എന്തായാലും 15 ആനകൾ നിരന്നുകൊണ്ടിരിക്കുന്നു. ഇനി തെക്കേ ഗോപുരനടയിൽ ആനകൾ ഇനി പുറത്തേക്ക് വരാനുണ്ടോ ദീപക്? നമുക്കൊന്ന് എണ്ണി നോക്കിയാൽ തന്നെ വളരെ വ്യക്തമായി ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. 15 ആനകൾ അങ്ങനെ അണിനിരന്നുകൊണ്ട് ഈ തെക്കേ ഗോപുരവാതിലിന്റെ 15 നിരന്നു കഴിഞ്ഞു. തെക്കേ ഗോപുരവാതിലിന്റെ മുൻഭാഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. തെക്കോട്ടിറക്കം അവർ ഏതാണ്ട് പൂർത്തിയാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഈ താഴ്ഭാഗത്തേക്ക് അങ്ങനെ ആ 15 ആനകളും നിരന്ന് ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കാണാനുള്ളത്.